എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പഴക്കം ചെന്ന ഒരു സാഹിത്യ വിനോദമാണ് അക്ഷരശ്ലോകം. സംസ്കൃത വൃത്തങ്ങളിലുള്ള മലയാള സംസ്കൃത ശ്ലോകങ്ങളാണ് അക്ഷരശ്ലോക മത്സരത്തിൽ ചൊല്ലുക. ഉച്ചാരണ ശുദ്ധിയും ഓർമ്മശക്തിയും ഉള്ളവരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. ഏതെങ്കിലും ഒരു അക്ഷരം നറുക്കിട്ടെടുത്ത് അതിൽ തുടങ്ങുന്ന ശ്ലോകങ്ങൾ ചൊല്ലുന്ന ഏകാക്ഷര മത്സരങ്ങളും തങ്ങളുടെ ശ്ലോകസമ്പത്ത് മുഴുവനായി പുറത്തെടുക്കാവുന്ന അക്ഷരശ്ലോക സദസ്സുകളും പ്രചാരത്തിലുണ്ട്. സംസ്കൃത വൃത്തങ്ങളിൽ ചിട്ടപ്പെടുത്തിയ സംസ്കൃത ശ്ലോകങ്ങളും മലയാള ശ്ലോകങ്ങളുമാണ് ചൊല്ലാവുന്നത്. അനുഷ്ഠുപ വൃത്തങ്ങളിലുള്ള സഹസ്രനാമങ്ങളോ ഹരിനാമകീർത്തനമോ അനുവദനീയമല്ല. ആദ്യം ചൊല്ലുന്ന ശ്ലോകത്തിലെ മൂന്നാമത്തെ വരിയിലെ ആദ്യ അക്ഷരമാണ് രണ്ടാമത്തെ ആളും ചൊല്ലേണ്ടത്. മലയാള അധ്യാപകനും എഇഒമായിരുന്ന ശ്രീ എൻ കെ കർത്തായും അദ്ദേഹത്തിന്റെ പത്നിയും റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയുമായ ശ്രീമതി വിജയലക്ഷ്മി കുഞ്ഞമ്മയുമാണ് ഇന്ന് ലൈഫ് ഓഫ് ജോജോയ്ക്ക് വേണ്ടി അക്ഷരശ്ലോകം ചൊല്ലുന്നത്. റിട്ടയർമെന്റ് ജീവിതത്തിന്റെ വിരസതയും ആലസ്യവുമെല്ലാം ഇവർ അക്ഷരശ്ലോകത്തിലൂടെ മറികടക്കുകയാണ്. പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലത്തിൽ വരെയുള്ള സദസ്സുകളിൽ ഇരുവരും സജീവമാണ്. എന്നുമേഷാ കുടിക്കും നേരത്തിന്നിപ്പുറം വിക്രമതര അന്തകൽപ്പന്തോയേ അയ്യോ ഏഖമിട തിങ്ങി വിങ്ങി ബദഭംഗിയേറുമിടി മിന്നലും വിളമോട ജലധാരമാരികളും എത്രയും ബഹുമനോഹരം. അർദ്ധരാത്രി സമയം സമാഗതമുദിച്ചു ചന്ദ്രനു മഹോതദാ സിദ്ധചാരണസുരാവലി സ്തുതികൾ തദന്തി വിമഹോത്സവം. അമ്പത്തൊന്നക്ഷരാളി കലിതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതീലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർബാണഡംഭപ്രശമന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ. സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ആശയ വ്യക്തത, അക്ഷരസ്ഫുടത. പിന്നെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഭാഷ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഉച്ചാരണ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനമാണ് അക്ഷരശ്ലോകം. ആ അക്ഷരശ്ലോകം പഠിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് ചുരുക്കി ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അടുത്തതിപ്പോ ഒരു ശ്ലോകം ചെല്ലുമ്പോൾ അവിടെ ച ചേർത്താണ് ഇനി ചെല്ലുന്നത്. ഞാൻ സംസ്കൃത വൃത്തത്തിലുള്ള ശ്ലോകമാണ് അക്ഷരശ്ലോകത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോ ഇനി അടുത്തത് ശ്രീക്കറ്റലസ്യപദമായി ഭൂവിസഖ്യമാകും അക്കേളി ഉണ്ടമലയുണ്ടു വിളങ്ങിടുന്നു ഈ കേരളാഖ്യ വിഷയത്തിനു നേർകിഴക്കൈ ഉക്കേറിടും പ്രകൃതി കെട്ടിയ കോട്ട പോലെ. ഇമ്പമാർന്ന മലരമ്പനമ്പിനമദന്തകർത്ത മലയാളിയം തമ്പുരൻ മമപുരൻ പുരാണ നിലയൻ പുലർത്തുമൊരു പെമ്പ്രജേ കുമ്പിടുന്നടിയനമ്പ സമ്പ്രതി നിലിംബരമ്പിനുടു നമ്പിടും നിമ്പതേ നിഗമ സമ്പതേ സകല തുമ്പതേ നിഖില തുമ്പതേ. അശ്വത്ഥത്തിനിലയ്ക്കും തൊഴുക ശിശു നിലയ്ക്കും 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 വിശ്വം താനാഹരിക്കും വ്രജഭുവി വിഹരിക്കും ഹരിക്കും ഹരിക്കും. ശശ്വത് ഭക്തങ്കലാപത് സമയമണി കലാപത് 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 പാർശ്വം സ്വപാദ പായാദ കരശുഭദ പായാദ പായാദ പായാ. രണ്ടച്ചിക്കു കൊടുക്കണം ചിലവിനെന്നോർത്താണ് നിത്യം പ്രിയൻ തെണ്ടുന്നെന്നത് വിസ്മരിച്ചിരുവരും ശണ്ഠയ്ക്കൊരുങ്ങിടുകിൽ ഉണ്ടാവില്ല കുടുംബശാന്തി ഇതുകൊണ്ടായിടുമോ ശങ്കരൻ വേണ്ട ജീവിതമെന്നുറച്ചു കേരളം സേവിച്ചു പെട്ടില്ലതിൽ. ഇതേ എന്താണെന്നറിയാമോ?
രണ്ടച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗംഗയും പാർവതി. അപ്പൊ പുള്ളി ഇങ്ങനെ തെണ്ടാൻ നടക്കുവാണല്ലോ അപ്പൊ ഭിക്ഷാപാത്രമായിട്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ പെണ്ണുങ്ങൾ തമ്മിൽ എപ്പോഴും തമ്മിത്തല്ല? അപ്പൊ അതുകൊണ്ടാണോ എന്തോ ഈ പുള്ളി വിഷം എടുത്ത് കുടിച്ചത്? ഗരളം സേവിച്ചു. ഈ പെണ്ണുങ്ങളുടെ കുടുംബശാന്തി ഉണ്ടാവൂല എന്ന് വിചാരിച്ച് ഗരളം സേവിച്ചു. പെട്ടില്ല, അതിൽ പെട്ടുപോയില്ലാന്ന്. അവിടെ ഗംഗ രക്ഷപ്പെടുത്താൻ വന്നില്ല, പാർവതിയാ. ഗംഗ കഴുത്തിന് പിടിച്ചത് പാർവതി. ചാരം തെച്ചു പിരിച്ച ചഞ്ചിതകളിൽ ചേരുന്ന രുദ്രാക്ഷവും പരം കോപരസം കലർന്നമിഴിയും മാന്തോൽമരം ചാടിയും ക്രൂരം ചേർന്ന കുഠാരമെല്ല കുടിലും കൈക്കൊണ്ടു മങ്ങാതെ അപ്പൂരത്തിങ്കളം നടന്നിത് ഒരുവരെ കുസാദ ഗോസായിമാർ. ശാർദൂല വിക്രീഡം എന്ന് പറഞ്ഞ വൃത്താനം. ലക്ഷണം 12 സജം സതം തഗുരുവും ശാർദൂല വിക്രീഡിതം.